ചില സിനിമയുടെ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് വീട്ടിൽ ഇരിക്കപ്പുറതി വരൂല. അപ്പൊ പിന്നെ എന്താ ചെയ്യുക? കാണുക തന്നെ. ലോക ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റോറി വെച്ചിട്ട് എങ്ങനെ ഒരു പ്രൊഡ്യൂസറെ കൺവീൻസ് ചെയ്യുന്നുള്ളതാണ്, അതും മലയാളത്തിൽ. ഇതിനോടകം തന്നെ ഒരുപാട് റിവ്യൂകൾ ലോകയെ കുറിച്ച് വന്നിട്ടുണ്ട്. എങ്കിലും ഞാനും കൂടി പറയാം. സ്റ്റോറിയുടെ ബേസിക് ത്രെഡ് എന്ന് പറയുന്നത് പണ്ട് മുതലേ നമ്മൾക്കിടയിലുള്ള ഒരു ഐറ്റം തന്നെയാണ്. പക്ഷെ അതിനെ എങ്ങനെ പ്ലേസ് ചെയ്തെന്നുള്ളതാണ് ഡയറക്ടറായ ഡൊമിനിക് അരോണിന്റെ ഏറ്റവും വലിയ വിജയം. പക്ഷെ മലയാളത്തിൽ ഇത് കിട്ടില്ല അറ്റംപ്റ്റ് ആണ്. മാത്രമല്ല, ഇത് ഒന്നോ രണ്ടോ ചാപ്റ്ററിൽ തീരുന്ന ഒരു സാധനമല്ല. ഇനി അത് പോയിട്ട് ഇത് മറ്റേ നമ്മുടെ സീരീസ് വൈസിലാണെങ്കിൽ ഇപ്പം എപ്പിസോഡ് അത് ഒന്നും രണ്ട് എപ്പിസോഡ് തീരാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ല. അതിനും മാത്രം സാധനങ്ങൾ അവർ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ഐറ്റം, അതായത് ഓരോ കഥാപാത്രങ്ങൾ എടുത്താൽ പോലും അവരുടെ സ്റ്റോറി ലൈന് പറയുകയാണെങ്കിൽ പോലും മിനിമം ഒരു അഞ്ചോ ആറോ എപ്പിസോഡ് പോകാനുള്ള എല്ലാ സാധനവും അതിനകത്തുണ്ട്. കല്യാണി പ്രിയദർശൻ ഒരു അസാധ്യ പെർഫോമൻസ് ലൈനാണ്. ഇതുവരെയുള്ള അവരുടെ ഒരു സ്ഥിരം ക്യാരക്ടറിൽ നിന്ന് ഭയങ്കരമായിട്ടൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. പക്ഷെ അത് കിട്ടില്ലമായിട്ട് അവരെ കയ്യിൽ നിന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുമുണ്ട്. പക്ഷെ എനിക്ക് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ദുൽഖർ അല്ലാതെ മറ്റാരും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചന്തുവിന്റെ ക്യാരക്ടറാണ്. കാര്യം പുള്ളിയുടെ കയ്യിൽ ആ ക്യാരക്ടർ പുള്ളി നന്നായിട്ട് അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് അതിനെ കറക്റ്റ് സ്പേസിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒന്നും ഓവറും അല്ല, ആ ഒരു രീതിയിൽ പുള്ളി കറക്റ്റ് ആയിട്ട് ചില ഡയലോഗ് വരുന്ന സമയത്തൊക്കെ നമുക്കൊരു സലീം കുമാറിന്റെ കറക്റ്റ് ഷാഡോ ചില സ്ഥലത്ത് നമുക്ക് കിട്ടും. പിന്നെ സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്ത് ഒരു പോയിന്റിലോട്ട് എത്തുമ്പോഴത്തേക്കും ക്യാമിയോ റോളുടെ ഒരു വരവാണ് അത്. നമ്മൾ ഒരാൾ വന്ന് ആഹാ കൊള്ളാലോ എന്ന് വിചാരിക്കുമ്പോഴത്തേക്കും അതാ വരുന്ന പുറകെ പറപറ ടീമുകൾ. പക്ഷെ അവസാനത്തെ ക്ലൈമാക്സിൽ എത്തുന്നതിന് മുന്നേ ഞാൻ ഒരാളെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അത് കറക്റ്റായിട്ട് അവർ പോയിന്റിൽ അത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിനൊരു ക്ലൈമാക്സ് കണ്ടിറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പറഞ്ഞ ഇതിലെന്നല്ല ഒന്നും രണ്ട് സാധനത്തിലൊന്നും അത് തീരൂല. ഉറപ്പായിട്ടും ഒരു മൂന്നോ നാലോ ചാപ്റ്റർ എന്തായാലും ഉണ്ടാവും. അതിനും മാത്രമുള്ള സാധനം ഈ ഒരു ത്രെഡിലുണ്ട്. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടം. നിങ്ങൾ OTT വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കരുത്. കഥയില്ല, തിയേറ്ററിൽ തന്നെ അത് കാണണം. അമ്മാതിരി സാധനമാണ് നിമിഷ് രവിയുടെ ഒരു ഫ്രെയിമിൽ ചെമ്മൻ ചാക്കോ ഒക്കെ അത് കട്ട് ചെയ്ത് വെട്ടി കൂട്ടി വെച്ചിരിക്കുന്നത്.